ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ജി ടി ടെയിൽസ്. നമ്മളൊരു ചെറിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. നമ്മളുടെ ഓരോ യാത്രകൾക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ടാവുമല്ലേ, അതുപോലെ ചെറിയൊരു ലക്ഷ്യവുമായി ഇറങ്ങിയതാണ് ഞങ്ങൾ. പാലക്കാട് നിന്നും വാളയാറും കഴിഞ്ഞ് ഞങ്ങളതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ എവിടേക്കുമല്ല, സിറുമുകൈ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഈ യാത്ര. പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് വിനോദസഞ്ചാര കേന്ദ്രമാണെന്ന്. അതൊന്നുമല്ല കേട്ടോ. റിഫ്രഷ്മെൻറ്റോ റിലാക്സേഷനോ ഒന്നുമല്ല ഈ യാത്രയുടെ ഉദ്ദേശം. വെറും പർച്ചേസിങ് മാത്രം. ഷോപ്പിംഗ് ആണ്, ഷോപ്പിംഗ് ഓൺലി. സിറുമുകൈ എന്ന് പറഞ്ഞ ഒരു പട്ട് കേന്ദ്രം, പട്ട് ഗ്രാമം, ഒരുപാട് മാനുഫാക്ചറിങ് യൂണിറ്റ്സും എല്ലാമുള്ള ഒരു ഗ്രാമം. നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കി കുറേ പേരൊക്കെ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളും ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഒരു പാലക്കാട് നിന്ന് ഏകദേശം 2 മണിക്കൂറിനടുത്ത് ഉണ്ട് ഈ ജേർണി. അപ്പോൾ ഈ പോകുന്ന വഴികളിലൊക്കെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളും അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ GPS അനുസരിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പട്ട് കേന്ദ്രത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. ഈ ഒരു തെരുവിൽ, ഈ ഒരു സ്ട്രീറ്റ്, അവിടെ നിറയെ സിൽക്കിൻ്റെ ഒരേ കടകളാണ്. കുറേ ഉണ്ട്. സുമി സിൽക്സ്, AK, GP, ശ്രീലക്ഷ്മി, ജയലക്ഷ്മി, വാണി സിൽക്സ്, പിന്നെ കുറേ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഉണ്ട്. അതുപോലെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ ലോറിയിലൊക്കെ കയറ്റി കൊണ്ടുപോകുന്നത് കാണാം കേട്ടോ. പിന്നെ ഔട്ട്ലെറ്റുകൾ, ഇതൊക്കെ ഔട്ട്ലെറ്റുകളാണ്. ഫാക്ടറി ഔട്ട്ലെറ്റ്സും അല്ലാതെ ഷോപ്സും എല്ലാം ഉണ്ട്. നമ്മളെല്ലാം ഒന്ന് നോക്കി, എല്ലാത്തിലും പോകാൻ നമുക്ക് സാധിക്കില്ല, അതിനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് തിരിച്ച് പാലക്കാടേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നോക്കി. എല്ലാ കടകളും നല്ലതാണെന്ന് തന്നെ മനസ്സിലായി കാണുമ്പോൾ തന്നെ. അത്യാവശ്യം ഡിസ്പ്ലേ ഒക്കെ നല്ല ഹാൻഡ്ലൂം സിൽക്ക് സാരീസ്, നല്ല സോഫ്റ്റ് സിൽക്ക് സാരീസ് കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ നോക്കി ഒരു ഏകദേശം ഒരു മിഡിൽ ഭാഗത്തുള്ള ഒരു ഷോപ്പ്. ഇതൊരു ജയലക്ഷ്മിയുടെ ഔട്ട്ലെറ്റാണ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു വാണി സിൽക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മിഡിലായിട്ടൊരു ഷോപ്പ് കണ്ടു. ഇതാരും പറഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ, നമ്മൾ കണ്ടപ്പോൾ അങ്ങനെ കയറി നോക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ. അത്യാവശ്യം വലിയൊരു കടയാണ്. അപ്പോൾ എന്തായാലും സാരി മാത്രമല്ല, ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും എന്നുള്ളൊരു ഉദ്ദേശത്തിൽ, ഫാമിലി ഫുൾ ഷോപ്പിങ്ങിന് ആയിരിക്കും എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മളിവിടെ കയറിയത്. അത് ആ ഒരു സിൽക്സിൻ്റെ ഒരു നല്ല ഒരു ഷോപ്പ് തന്നെയാണ്. ഒരുപാട് കസ്റ്റമേഴ്സൊന്നും ഒരുപാട് വന്നിരിക്കണമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇവർക്ക് ഹോൾസെയിലായിരിക്കും കൂടുതലും പർച്ചേസ് പോകുന്നത്. കാരണം ഇത് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പാണ്. അപ്പോൾ ഹോൾസെയിലുകാർ വന്ന് ഓർഡറോ അങ്ങനെയൊക്കെയാണ് മെയിനായിട്ട്. പിന്നെ അല്ലാതെ കസ്റ്റമേഴ്സ് ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ ഷോപ്പുകളിലെ പോലെ ഒരു ഭയങ്കര തിരക്ക് അങ്ങനെയൊന്നുമില്ല. പക്ഷേ എല്ലാ റേറ്റിലും എല്ലാം ഇവിടെ സാരീസ് അവൈലബിൾ ആണെന്ന് ഞങ്ങൾക്ക് അവിടെ നോക്കിയപ്പോൾ മനസ്സിലായി. നമ്മളിപ്പോൾ ഇവിടെ താഴത്ത് ഇരുന്നിട്ടാണ് അവർ എല്ലാം വിരിച്ച് കാണിക്കും. അവർക്ക് ഏത് ഡ്രസ്സ് വേണമെങ്കിലും നമ്മൾ പറഞ്ഞാൽ ഫുള്ള് എടുത്ത് അഴിച്ച് കാണിക്കാനൊന്നും ഒരു മടിയില്ല, എല്ലാം എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ റാക്കുകളിലൊക്കെ പുതിയ മോഡൽ സാരീസ്, ബോർഡർലെസ് സാരീസ് എല്ലാം ഉണ്ട്. സിൽക്ക് സാരീസ്, പിന്നെ ബ്രൊക്കേഡ് വിത്ത് ബോർഡർ സാരീസ്, ഇതൊക്കെ ഒരു 750-900 റേഞ്ചസിലാണ്. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയാൽ 1500, 180, 2000 നിൽക്കും. പിന്നെ കുറച്ചും കൂടി കടന്നാൽ 5000, പിന്നെ 10,000, 20,000, 50,000, ഏത് റേഞ്ചിലായാലും നല്ല സിൽക്ക് സാരീസ് അവൈലബിൾ ആണ്. ഞങ്ങൾ എല്ലാം ഒന്നും എടുത്ത് കാണിക്കുന്നില്ല. ഒരുവിധം നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് നോക്കാം എന്നുള്ള രീതിയിലുള്ള കുറച്ച് സാരീസാണ് എടുത്തത്. ഞങ്ങൾക്കും ഒരു വിഷു പർച്ചേസ് മാത്രമല്ല, ഒരു കസിൻ്റെ വെഡ്ഡിങ്ങും കൂടിയാണ്. അപ്പോൾ അതിനും കൂടിയുള്ള പർച്ചേസ് ഉദ്ദേശിച്ചിട്ടാണ് ഇവിടേക്ക് വന്നത്, സിറുമുകയിൽ. പക്ഷേ നമ്മുടെ നാട്ടിൽ, ഞങ്ങളുടെ പാലക്കാടുള്ള കുത്താമ്പള്ളിയിലും ഇതുപോലെ സാരീസ് അവൈലബിൾ ആണ് കേട്ടോ. ഈ ഗ്രീനൊക്കെ നല്ല രസമുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് നല്ല വില കൂടിയ ഈ ബോക്സിലാക്കി വെച്ചിരിക്കുന്നതൊക്കെ അത്യാവശ്യം നല്ല റേറ്റിലുള്ള സാരികളാണ്. പിന്നെ ഈ ഒരു മുകളിൽ ഈ ഹാങ് ചെയ്തിരിക്കുന്നതും അത്യാവശ്യം നല്ല സാരികളാണ്. ഇതൊക്കെ ഒരു 750-900 പലതും ഉണ്ട് കേട്ടോ, പല റേഞ്ചും ഉണ്ട്. പിന്നെ കോട്ടൺ സാരീസും അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്കൊരു യൂണിഫോം സാരീസൊക്കെ പോലത്തെ കോട്ടൺ സാരീസും അതുപോലെ കോട്ടൺ സിൽക്ക് സാരീസും ഒക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ ഒരു 1000 1100, 900 ആ റേഞ്ചിലൊക്കെയുള്ള ബോർഡർലെസ് സാരീസാണ്. ബോർഡർലെസ് സാരീസ് ഒരുപാടുണ്ട്. പിന്നെ കുറേ ബ്രൊക്കേഡുള്ള ടൈപ്പ് സാരീസും അവൈലബിൾ ആണ്. എല്ലാം നല്ല കളേഴ്സാണ്. ഏതെടുത്താലും നമുക്ക് ഒരു കോൺട്രാസ്റ്റ് ബോർഡറുള്ള ഒരുപാട് ഇപ്പോഴത്തെ മോഡൽ ടൈപ്പുകളും ഒക്കെ ഉണ്ട്.
ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് സിൽക്ക് സാരീസാണ്. പിന്നെ അങ്ങോട്ട് കുറച്ചും കൂടി കടന്നാൽ കുറച്ചും കൂടി റേറ്റുള്ള സിൽക്ക് സാരീസ്. പിന്നെ അപ്പുറത്തെ സൈഡിലാണ് സോഫ്റ്റ് സിൽക്ക് സാരീസ് വെച്ചിരിക്കുന്നത്. സോഫ്റ്റ് സിൽക്ക് സാരീസും ആയാലും ഒരു 2000 റേഞ്ചിലൊക്കെ സ്റ്റാർട്ടിംഗ് ഒക്കെ ഉണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ഇത് കോട്ടൺ സാരീസും കോട്ടൺ സിൽക്ക് സാരീസൊക്കെ അവൈലബിൾ ആണ് എല്ലാം. പിന്നെ അത് ഒരു ബോർഡറിൽ ചെക്ക് ബോർഡറുള്ള സാരീസ് അങ്ങനത്തെ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ തമിഴ് ആ ഒരു ടച്ചുള്ള കുറച്ച് സാരീസൊക്കെ ഉണ്ട്. അല്ല, നല്ല പ്യുവർ സിൽക്ക് സാരീസും ഈ ഷോപ്പിൽ അവൈലബിൾ ആണ് എല്ലാ കളേഴ്സിലും. ഒരുപാട് ജോലിക്കാരൊക്കെ ഉണ്ട്. അവരെല്ലാവരും എല്ലാ സാരീസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നിവർത്തി കാണിക്കുന്നുണ്ട്. ഇവിടെ കുറേ സാരീസ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് ജസ്റ്റ് മുന്നേ കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അവർ കാണാൻ വേണ്ടി ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുന്ന സാരികളാണ്. ഇത് ഞങ്ങൾ പറഞ്ഞപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് അവിടെ ഇരിക്കുന്ന സാരികൾ, അവിടെ കിടന്നിരുന്ന സാരികളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചതാണ്. നമുക്ക് ഒന്ന് സെറ്റാക്കി വെച്ച് തന്നതാണ് അവിടുത്തെ ചേച്ചി. നല്ല മനോഹരമൊക്കെ ആയിട്ടുള്ള സാരീസുണ്ട്. പല ടൈപ്പ് സാരീസ് ഇതിൽ തന്നെ കാണാൻ സാധിക്കും. വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് ബോർഡർ കൂടുമ്പോൾ അതിനനുസരിച്ച് ഇത്തിരി റേറ്റ് വ്യത്യാസം വരുന്നുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് റീസണബിൾ ആയിട്ടുള്ള പ്രൈസാണ്. പിന്നെ കുറേ കുത്താമ്പള്ളിയിൽ നിന്ന് അവർ പർച്ചേസ് ചെയ്ത സാരീസും ഇവിടെ ഉണ്ടെന്നാണ് അവർ പറയണത്. കുത്താമ്പള്ളിയിൽ പോയിട്ടും അവർ പർച്ചേസ് ചെയ്യുന്നുണ്ട് ഈ സാരീസൊക്കെ. അത് മാത്രമല്ല, മധുരൈ അങ്ങനത്തെ പല സ്ഥലങ്ങളിൽ നിന്നും അവർക്ക് സാരീസ് വരുന്നുണ്ട്. കുബാര സിൽക്സ് അങ്ങനെ ഒരുപാട്. ഇവിടെ നിന്നും കുറച്ച് സാരീസ് കോയമ്പത്തൂരേക്കും അവിടെയുള്ള മെയിൻ ഷോപ്പുകൾ നമ്മൾ വരുമ്പോൾ തന്നെ കുറേ ഷോപ്പുകളുടെ പേര് കണ്ടിട്ടുണ്ടായിരുന്നു. PSR, മഹാവീർസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടേക്കും എല്ലാവിടേക്കും ഈ സാരീസൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴും കുറച്ച് റേറ്റിലൊക്കെ മാറ്റങ്ങൾ വരും. ഈ ബോർഡർലെസ്സൊക്കെ ആയിട്ടുള്ളതും കോൺട്രാസ്റ്റ് ബോർഡറും ആയിട്ടുള്ള സാരീസ്. ഇതൊക്കെ നമുക്കൊരു ചെറിയ ഇപ്പോൾ വലിയ ഫങ്ഷൻ അല്ലാതെ ചെറിയ രീതിയിൽ ഉടുക്കാനും അല്ലെങ്കിൽ ഡെയിലി കോളേജ് അങ്ങനെയൊക്കെ പോകുമ്പോൾ എടുക്കാനുള്ള ടൈപ്പൊക്കെ ആയിട്ടുള്ള സാരീസും ഒക്കെ ഉണ്ട്. യെല്ലോ പിങ്ക് കോമ്പിനേഷൻ എപ്പോഴും നല്ല മനോഹരമാണ്. പിന്നെ വലിയൊരു ബോർഡറിൽ ബ്രൊക്കേഡ് വെച്ചിട്ടുള്ള സാരീസ് എല്ലാം നല്ല മെറ്റീരിയലൊക്കെ അടിപൊളിയാണ്. സോഫ്റ്റ് സിൽക്ക് എന്ന് പറഞ്ഞാൽ അത്രയും നല്ല സോഫ്റ്റ് സിൽക്കാണ്. നല്ല പ്യുവർ സിൽക്കാണ്. നല്ല ഹാൻഡ്ലൂം വർക്കാണ്. നമ്മൾ പോരുന്ന വഴിയിലൊക്കെ ഇതുപോലെ കുറച്ചും കൂടി ഉള്ളിലേക്ക് ഗ്രാമത്തിലേക്കൊക്കെ പോയാൽ ശരിക്കും നെയ്ത്ത് ശാലകൾ നമുക്ക് കാണാം. ഞങ്ങൾ വരുമ്പോൾ തന്നെ ആ ഒരു വഴിയിലൊക്കെ കണ്ടിരുന്നു. അവിടെ നിന്നൊക്കെ ആയിരിക്കാം, എവിടെ നിന്നാണെന്നറിയില്ല, അവർ പർച്ചേസ് ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയിലുള്ള സാരികളൊക്കെയാണ് എല്ലാവിടെയും. ഈ മുകളിൽ ഹാങ് ചെയ്തിരിക്കുന്നതൊക്കെ ഒരു 700-750 റേഞ്ചിലുള്ള സാരീസാണ്. ഞങ്ങളപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ലെഹങ്ക സെക്ഷനും അതുപോലെ ചുരിദാർ സെക്ഷനൊക്കെ ഉണ്ട്. ചുരിദാറൊക്കെ വളരെ വേർത്താണ്. ഈ ലെഹങ്ക നല്ല ഒരു സൈസ് റെഡിമെയ്ഡ് ലെഹങ്കയാണ്. ഏകദേശം ഒരു 2000 റേഞ്ചിലുണ്ട്. അതുപോലെ ഇത് റെഡി ടു സ്റ്റിച്ച് ലെഹങ്കയാണ്. അതൊക്കെ 1500-2000 ആ റേഞ്ചിലൊക്കെ അവൈലബിൾ ആണ്. നല്ല ഹെവി വർക്കാണ്, പക്ഷെ ഒരു 2500-നുള്ളിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അതൊക്കെ. പിന്നെ ആ മുകളിൽ ഇതുപോലെ ഇതാണ് ഈ സ്ട്രീറ്റ്. എല്ലാ സിൽക്സും ഷോറൂംസും ഇതിലുണ്ട്. പിന്നെ മുകളിൽ ഇതുപോലെ ചുരിദാർസ് അവൈലബിൾ ആണ് കേട്ടോ. നല്ല ഹെവി വർക്കുള്ള ചുരിദാറുകളൊക്കെ 1500 രൂപയ്ക്കൊക്കെ അവൈലബിൾ ആണ്. അത് ഞാൻ കാണിച്ചിട്ടില്ല. മകൾക്കൊക്കെ എടുത്ത ഡ്രസ്സ് ഒക്കെ ചുരിദാറല്ല, പട്ടുപാവാട, ഇതൊക്കെ ഞങ്ങൾ എല്ലാവർക്കും ഫാമിലി ഫുള്ളായിട്ട് പർച്ചേസ് ചെയ്തതാണ്. ഞാൻ അതൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ ഏകദേശം 1 മണിക്കൂറിന് ശേഷമൊക്കെ ഞങ്ങൾ ഇറങ്ങി എല്ലാവർക്കും പർച്ചേസ് ചെയ്തു. അമ്മമാർക്ക്, അച്ഛന്, അങ്ങനെ എല്ലാവർക്കും. ഇത് എടുത്ത് ഒരു 5000 റുപ്പീസിൻ്റെ ഒരു സാരിയാണിത്. നല്ല വലിയ ബോർഡറും ഒക്കെ ആയിട്ട് ലെമൺ ഗ്രീൻ ടൈപ്പ്. അതിൽ ചെറിയ ബ്രൊക്കേഡ് വർക്ക് ഉണ്ട്, പക്ഷെ നല്ല സോഫ്റ്റ് നല്ല സാരീസാണ്. ഇതൊരു യെല്ലോ, ഇതിപ്പോൾ ഹൽദി ഫങ്ഷനൊക്കെ ഉപയോഗിക്കാം. അതിന് വേണ്ടി ഒരു യെല്ലോ സാരി എടുത്തതാണ്. ഇതും ഒരു 750 ഒക്കെ. ഈ ഒരു സാരി ഒരു 1800 റേഞ്ചിൽ, 700 ആ റേഞ്ചിലുള്ള സാരിയാണ്. നല്ല സിൽക്ക് സാരീസ് തന്നെയാണ്. നല്ല സോഫ്റ്റാണ്. വലിയ അങ്ങനെ നമുക്ക് പടപടാന്നൊന്നും നിൽക്കുന്ന ഒരു ടൈപ്പൊന്നും അല്ല. നല്ല സാരീസാണ്. എല്ലാം ബോർഡറും കാര്യങ്ങളൊക്കെ നല്ല, അതിൻ്റെ മുന്താണിയും എല്ലാം ഓക്കെയാണ്. ഇത് 1200-ൻ്റെ ആ ഒരു പിങ്ക് സാരി. ഇതൊക്കെ 750-850 ആ റേഞ്ചിലുള്ളപ്പോൾ നമുക്ക് അത് ഫങ്ഷനൊന്നും അല്ലാതെ അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡായിട്ട് എടുക്കാൻ പറ്റുന്ന സാരീസാണ്. ഇത് മോളുടെ പട്ടുപാവാടയാണ്. ഇത് ഷോളും ഇതൊക്കെ അടക്കും. ഷോളൊക്കെ നല്ല ഇത്തിരി ലെങ്ത്തുള്ള ഷോളാണ്.
1200 ആണ് അതിന്. ഈ ലെഹങ്കയ്ക്ക് സെമി സ്റ്റിച്ച്ഡാണ് വിത്ത് ഇതിൻ്റെ ടോപ്പും ഷോളും അടക്കം 2500 റേഞ്ചിൽ നമുക്ക് കിട്ടി. കുഴപ്പമില്ലാന്ന് തോന്നുന്നു, അത്യാവശ്യം എല്ലാം റീസണബിളാണ്. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ദിസ് ഷോപ്പിംഗ്.